പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ് കയ്യും കെട്ടി കുലം കുത്തികളെ വെച്ച് പൊറപ്പിക്കുന്നത് എന്റെ ശൈലിയല്ല. തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയില്ല എങ്കിൽ കൊന്നുകളയുമെന്ന് CPM ലോക്കൽ സെക്രട്ടറിയുടെ ഭീഷണി. അഗളി 18-ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി രാമകൃഷ്ണനെയാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജംഷീർ ഭീഷണിപ്പെടുത്തിയത്. അട്ടപ്പാടിയിലെ CPM മുൻ ഏരിയ സെക്രട്ടറിയായിരുന്നു രാമകൃഷ്ണൻ. എന്താ പ്രശ്നം അറിഞ്ഞില്ലേ? ഇല്ല. ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ആഘോഷം എന്ന നിലയ്ക്കാണ് നമ്മൾ കാണുക. അടിസ്ഥാനപരമായി അതിൽ അന്തസ്സോടുകൂടി ഇടപെടാൻ കഴിയുന്ന സാഹചര്യമെങ്കിലും മനുഷ്യർക്ക് സ്ഥാനാർത്ഥികൾക്കില്ല എങ്കിൽ അതിനെ സാർത്ഥകമെന്ന് വിളിക്കാൻ കഴിയുമോ? അത്തരം സാഹചര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭീഷണിയൊക്കെ ഉണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത്? ഇവിടെ 11ഓളം സീറ്റുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. അത് നോമിനേഷന്റെ സ്കൂട്ടണി ഇന്നലെ പൂർത്തീകരിച്ചപ്പോഴേക്കും തന്നെ പത്രമാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതൊന്നും ഏതെങ്കിലും തരത്തിൽ ഭീഷണിയുടെ പേരിലല്ല, ഏതെങ്കിലും തരത്തിൽ ജനാധിപത്യത്തെ തോൽപ്പിക്കുന്ന നടപടി പ്രക്രമങ്ങളുടെ ഭാഗമായിട്ടുമല്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. കൃത്യമായിട്ട് തന്നെ ജനാധിപത്യ പോരാട്ടമാണ്. എതിർ സ്ഥാനാർത്ഥികൾ ആരും നോമിനേഷൻ കൊടുക്കാൻ ഇല്ലാത്ത സാഹചര്യത്തിലാണ്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? ആവേശപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ പാർട്ടിയെ തോൽപ്പിക്കാൻ പാടില്ല. എനിക്ക് ഇനി നമ്മുടെ പാർട്ടിയൊന്നുമില്ല. പിന്നെ ആകാശത്ത് മേലോട്ട് നോക്കിയാൽ ആകാശം കീഴോട്ട് നോക്കിയാൽ ഭൂമി. അത് പറ്റില്ലെന്ന് അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന കൊള്ളയൊക്കെ ഞാൻ പറയാ. എന്റെ സാഞ്ചേട്ടാ ഒന്ന് പറഞ്ഞിക്ക്, ഇത് തോറ്റാലും ജയിച്ചാലും ഞാൻ ഇനി ഇത് ഏത് ഒടയതമ്പുരാം എന്ന് പറഞ്ഞാലും ശരി, എനിക്ക് വോട്ട് ചിലപ്പോൾ കിട്ടിയിട്ടില്ലേക്കും മാറില്ല. സാക്ഷാൽ ഒടയതമ്പുരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ എന്റെ അപ്പൻ ഒന്നേ ഉള്ളു, അത് വാഴക്കാട്ട് രാഘവനാണ്. എന്നിട്ട് ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരുമോ? ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരും. അത് നിങ്ങൾ കൊല്ലം. ഇപ്പൊ ഇവിടെ ഇവനെ കൊന്നില്ലേ? അവനെ കൊന്നിട്ട് നമ്മൾ അത് ഇപ്പൊ സ്നേഹത്തോടെ സംസാരിച്ചു. പിന്നെന്താ ഇനി അത് പറ്റില്ലെന്ന്. ഇനി അത് പറ്റില്ലെന്നോ? അതാ സാഞ്ചേട്ടാ, എന്താണ് പ്രശ്നം? നിങ്ങൾ എന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞോ. തട്ടിക്കോ. ഇക്കാര്യത്തിൽ വേറെ തീർപ്പില്ല, തീരുമാനവുമില്ല. ചില കാര്യങ്ങൾക്ക് ചോര വീഴുന്നത് മാത്രമാണ് പരിഹാരം. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ 2 വോയിസ് മെസ്സേജുകളാണ് കാണിച്ചത്. അതൊന്നും CPMന്റെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ രീതിയിലല്ല. ആരെങ്കിലും തമ്മിൽ സൗഹൃദ സംഭാഷണമോ അല്ലെങ്കിൽ നേരിട്ടുള്ള സംഭാഷണത്തിന്റെ ഭാഗമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊന്നും മറുപടി പറയേണ്ട ഉത്തരവാദിത്വം CPMന്റെ ഔദ്യോഗികമായിട്ടുള്ള നേതൃത്വത്തിനില്ല. ഞങ്ങൾ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സർഗാത്മകമായിട്ടുള്ള രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ്. കൃത്യമായി കഴിഞ്ഞ 10 കൊല്ലത്തോളമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, പശ്ചാത്തല വികസന രംഗത്തെ ഇടപെടലുകൾ, അതുപോലെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, ആ പദ്ധതികൾ കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടുന്നത്. ആ തെരഞ്ഞെടുപ്പിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ലക്ഷണമാണ് എതിരുപോലുമില്ലാതെ 11ഓളം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറിയത്. എന്തു ആവാന്നോ? ഇതെന്താ ഡൽഹിയാ ബോംബെയാ? ആളെ തട്ടിക്കൊണ്ടുപോവാ, ഒളിപ്പിക്കാ? ആരൊക്കെയോ എന്തൊക്കെയോ ഫോണിലൂടെ സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങൾ 1 മണിക്കൂർ ചർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. അതായിക്കോട്ടെ, നിങ്ങളുടെ അതിൻ്റെ അജണ്ട തീരുമാനിക്കേണ്ടത് അജണ്ട തീരുമാനിച്ചോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസനത്തിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചാ വിഷയം. അത് നല്ല രൂപത്തിൽ പഞ്ചായത്ത് കൺവെൻഷൻ, വാർഡ് കൺവെൻഷൻ, ഇപ്പോൾ കുടുംബയോഗങ്ങൾ, ഞാനിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട കുടുംബയോഗം കഴിഞ്ഞിട്ടാണ്. ഞങ്ങൾ കൃത്യമായി അത്തരത്തിലുള്ള രാഷ്ട്രീയത്തെ ജനങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആധികാരികമായിട്ടുള്ള വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്രം തിരുത്തിക്കൊണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേടിയ വിജയം അതേപോലെ തന്നെ ആവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അത്രയ്ക്ക് വേണോ സഖാവേ? അതിനുള്ള ഉറച്ച ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഒരു തരത്തിലും ഒരാൾക്കെതിരെയും ഭീഷണിയോ മറ്റു തരത്തിലല്ല. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചുകൊണ്ടാണ്. നിരവധി ആളുകൾ മറ്റ് രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം യോജിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ പത്തനംതിട്ടയിൽ തന്നെ RSSന്റെയും BJPയുടെയും സജീവ പ്രവർത്തകരടക്കം നിരവധി ആളുകൾ ഞങ്ങളോട് യോജിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ വിവിധ വിഭാഗം ആളുകൾ ഞങ്ങളോട് യോജിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ശരിയാണ്, സത്യസന്ധമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ശരി മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. അങ്ങ് പറഞ്ഞത് സൗഹൃദ സംഭാഷണത്തിനിടയിൽ ആരെങ്കിലും തമ്മിൽ അങ്ങനെ ചില പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ നിലപാടോ അല്ലെങ്കിൽ പാർട്ടിയുടെ വാക്കുകളോ അല്ല എന്നുള്ളതാണ്. ഈ ഭീഷണി സന്ദേശങ്ങൾ പുറത്തു വന്നപ്പോൾ നമ്മൾ ചില പ്രതികരണങ്ങൾ തേടുകയുണ്ടായി.
CPM-ന്റെ അട്ടപ്പാടി ഏരിയ സെക്രട്ടറി ശ്രീ പ്രേമൻ ആ സമയത്ത് മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുകയും ഈ സംഭാഷണത്തെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തു. അതുകൂടി ഒന്ന് കേൾക്കാം. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാ മതി. വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണം. ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. ഇവൻ ആരെന്ന് അറിയണ്ടേ? രണ്ടുപേരും വർഷങ്ങളായുള്ള ഒരു ബന്ധമാണ്, അച്ഛനും മകനുള്ള ഒരു ബന്ധമാണ് ഇവർ തമ്മിൽ. അച്ഛനും മകനുള്ള ബന്ധമാണോ കൊന്നുകളയെന്നൊക്കെ പറയുന്നത്? അതല്ല ഉദ്ദേശം. അല്ല, ആ രീതിയിൽ എപ്പോഴും തമാശ രീതിയിൽ സംസാരിക്കാറുണ്ട് ഇവര്. ഇന്നലെ ഉച്ചയ്ക്ക് വരെ 1 മണി വരെ സ്കൂട്ടനിങ്ങിന് ഇവർ ഒന്നിച്ച് എല്ലാവരും തമാശയും പറഞ്ഞ് പിരിഞ്ഞവരവര്. ഇളയപ്പന്റെ ഒരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. അപ്പൊ അത് അവിടെ വെച്ച് ഈ സംസാര രീതിയിൽ അങ്ങനെ കൊണ്ട് സംസാരിച്ചു എന്നല്ലാതെ അത് ഒരു സ്ഥിരമായ ഒരു ഭീഷണ സ്വരമല്ല. അതൊരു തമാശ രീതിയിൽ ഉപയോഗിക്കുന്ന വെറുതെ കിടന്ന് ഉരുളാദാശനെ. KS അരുൺകുമാർ, ഈ സൗഹൃദ സംഭാഷണത്തിന്റെ നിഘണ്ടുവിൽ എവിടെയെങ്കിലും തട്ടിക്കളയും എന്നൊരു വാക്കുണ്ടോ? നിങ്ങളുടെ പ്രാദേശിക നേതാക്കളും അങ്ങും എല്ലാവരും ഈ സൗഹൃദ സംഭാഷണത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളെ ഞങ്ങൾ തന്നെ കൊന്നുകളയേണ്ടി വരും. വീണ്ടും ആവർത്തിച്ച് ചോദിക്കുമ്പോൾ തട്ടിക്കളയും, എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്, തട്ടിക്കളയും എന്നാണ് പറയുന്നത്. അത് അദ്ദേഹം തന്നെ, ഈ ശ്രീരാമകൃഷ്ണൻ തന്നെ ആ സന്ദേശം നമ്മൾക്ക് എല്ലാവർക്കും നൽകുകയാണ്. അദ്ദേഹം ഈ ചർച്ചയിൽ കുറച്ച് സമയത്തിനകം ചേരുമെന്നാണ് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നത്. ഉറക്കം വരുന്നു. അതെങ്ങനെയാണ് സൗഹൃദ സംഭാഷണത്തിന്റെ പരിധിയിൽ വരിക? നിങ്ങൾക്കറിയോ ഈ VR രാമകൃഷ്ണൻ ആരായിരുന്നു CPM-നെ സംബന്ധിച്ചിടത്തോളം എന്ന് നിങ്ങൾക്കറിയോ? അതൊക്കെ പണ്ടാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? അതായത് ശ്രീ VR രാമകൃഷ്ണൻ CPM-ന്റെ അട്ടപ്പാടി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആകെ 140 ഏരിയ സെക്രട്ടറിമാരാണല്ലോ കേരളത്തിലുള്ളത്. അതിലൊരാളായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷൻ വഹിച്ച ആൾ തന്നെയാണ്. ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. അപ്പോൾ ആ മുൻ ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും തമ്മിലുള്ള സംഭാഷണം എന്ന രൂപത്തിലാണ് നിങ്ങൾ ആ സംഭാഷണം ഇവിടെ കേൾപ്പിച്ചത്. അതിൻ്റെ ആധികാരികതയും മറ്റുമെല്ലാം പരിശോധിക്കേണ്ടതാണ്. കാരണം ഒരു വോയിസ് മെസ്സേജ് ഇട്ടിട്ട് ഇന്ന ആളുകളാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇപ്പോൾ ശാസ്ത്രീയപരമായിട്ടുള്ള പരിശോധനയും കാര്യങ്ങളൊക്കെ അതിൽ വേണ്ടി വരും. അപ്പൊ അതൊക്കെ ഒരു തരത്തിലും CPM-ന്റെ പോളിസി അല്ല, ഇടതുപക്ഷത്തിന്റെ പോളിസി അല്ല. ഞങ്ങളുടെ പോളിസി എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ മഹത്വം കാത്തു സൂക്ഷിക്കുക എന്നതാണ്. അത് കാത്തു സൂക്ഷിച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. നീ ഒന്നും പണയണ്ട. അതുകൊണ്ടാണ് എതിർത്തുകൊണ്ടിരുന്നവർ വരെ ഞങ്ങളോട് യോജിക്കാൻ തയ്യാറായി ഇടതുപക്ഷമാണ് ശരി എന്ന് പറയുന്നത്. സമുദായ സംഘടനകളുടെ നേതാക്കന്മാരെല്ലാം ഇടതുപക്ഷമാണ്, സഖാവ് പിണറായി വിജയന്റെ നിലപാടുകളാണ് ശരി എന്ന് പറഞ്ഞ് ഞങ്ങളോട് യോജിക്കാൻ തയ്യാറാകുന്നത്. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സർഗാത്മകമായ ശരിയുടെ രാഷ്ട്രീയമാണ്. ജീവൻ വേണമെങ്കിൽ ഓടിക്കോ, ഉയിര് കിടന്നാൽ നിനക്ക് വായിച്ചെങ്കിലും ജീവിക്കാം. അത് ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങളുടെയും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെയും പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങളുടെയും തമ്മിലുള്ള സംവാദമാകട്ടെ ഇപ്പോൾ ഉയർന്നു വരേണ്ടത്. അത്തരത്തിലുള്ള സംവാദങ്ങളിൽ ആര് വിജയിക്കുന്നു, ആരാണ് ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാൻ, സെലക്ട് ചെയ്യാൻ, ഇലക്ഷൻ നടത്താൻ ജനങ്ങൾക്ക് അനുവാദം കൊടുക്കുക എന്നതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത്. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഓക്കെ, ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ആയിരുന്നു എന്നതുകൊണ്ട് പഴയ ലോക്കൽ സെക്രട്ടറിയും ഇപ്പോഴത്തെ ലോക്കൽ സെക്രട്ടറിയും പഴയ ഏരിയ സെക്രട്ടറിയും തമ്മിലുള്ളൊരു സംഭാഷണമാണ് നമ്മൾ കേൾപ്പിച്ചത് എന്ന്. TP ചന്ദ്രശേഖരന്റെ തല തെങ്ങിൻ പൂക്കുല പോലെ ചിതറിക്കും എന്ന് പരസ്യമായി പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. പഴയ ഇടതുപക്ഷ നേതാക്കളും ഇപ്പോഴത്തെ ഇടതുപക്ഷ നേതാക്കളും തമ്മിലുള്ള അന്തരം ചരിത്രത്തിൽ അങ്ങനെയും രേഖപ്പെടുത്തപ്പെട്ടു പോയിട്ടുണ്ട് എന്നൊന്ന് ഓർമ്മിപ്പിക്കുന്നു. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങ് പറഞ്ഞു പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ആൾ പിന്നീട് വർഗശത്രുവിനേക്കാൾ മോശമായ ബന്ധമായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക എന്നുള്ളത്. പക്ഷേ അതുകൊണ്ട് ഇല്ലാതാക്കൽ എന്നുള്ളതല്ലല്ലോ. ഇപ്പോൾ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ജംഷീറാണ് ആ മറുതലയ്ക്കൽ സംസാരിക്കുന്നയാൾ. നേരത്തെ ആശാമോൾ പറഞ്ഞയാൾ അവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് അഡ്വക്കേറ്റ് സനൽകുമാർ. ഇവർക്ക് ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകളിൽ ഇരുന്നുകൊണ്ടാണ് ആളുകളെ കൊല്ലും തിന്നും എന്നൊക്കെ പറയുന്നത്. ആ നിലയ്ക്ക് സംസാരിക്കുന്ന ആളുകളെക്കെതിരെ ആരോപണം വരുന്ന ഇത്രയും നേരമായല്ലോ. ഇതുവരെ അതിലൊരു അന്വേഷണം ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ആ രീതിയിൽ സംസാരിച്ചത്, തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ അത് പുറത്തു വരാൻ കാരണമായത് തുടങ്ങിയ കാര്യങ്ങളിൽ അന്വേഷണം ഉണ്ടാവുന്നുണ്ടോ? ഇപ്പോഴാണ് എങ്കിലും നടപടി ഉണ്ടാകും എന്ന് പറയാമോ? കാര്യമൊന്നും ഈ വർഷത്തെ പാർട്ടി അജണ്ടയിലില്ല. ഓഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ സൗഹൃദ സംഭാഷണം എന്ന് എണ്ണാൻ നമുക്ക് കഴിയില്ല. ആ നിലയ്ക്കാണ് പാർട്ടിയുടെ സംഘടനാ സംവിധാനം പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്ന ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും അപമാനമാണ്.
അത് ഒരിടത്താണെങ്കിൽ ഒരിടത്ത് അങ്ങനെ ഒരു പ്രവണത ഉണ്ടാകാതിരിക്കണമെന്ന നിർബന്ധ ബുദ്ധി എന്തുകൊണ്ടാണ് ഇല്ലാതെ പോകുന്നത്? അതൊന്നും എനിക്കറിയാൻ മേല. ആ വോട്ട് കുത്തും ആലോചിക്കണം. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും.